എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +2-ലെ പൊളിറ്റിക്കൽ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടാണ്. ഇപ്പം എക്സാമുകളൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ വൈസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കുറേ സമയങ്ങളെടുക്കും. കുറേ വീഡിയോ ചെയ്താലേ മാത്രമേ നമുക്ക് ഈ എല്ലാവരെയും കവർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പാർട്ട് 2 കൂടെ ഉണ്ടായി മാത്രമേ ഇത് തീരത്തുള്ളൂ. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓരോ ചാപ്റ്റർ വൈസും നമ്മൾ ഓരോ ലൈൻ വൈസും നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യനുകളും ബാക്കിയെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓരോ ചാപ്റ്റർ വൈസ് +1-ലെ ഭൂമിശാസ്ത്രത്തിൻ്റെ ആ വീഡിയോ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്. അതിൽ വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന സുപ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിന്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ്. ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഇത് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധി 1947 ഓഗസ്റ്റ് 14 കൊൽക്കത്ത. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്, എക്സാമുകൾക്കൊക്കെ ചോദിക്കാം. അടുത്തത് ഫായിസ് അഹമ്മദ് ഫായിസ്. അദ്ദേഹത്തെ കുറിച്ച് പറയാം. ഫായിസ് അഹമ്മദ് ഫായിസ്. നമ്മൾ നീണ്ട നാളുകളായി ഒരു സൂര്യോദയത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു. പക്ഷേ അതൊരിക്കലും ഈ നിറംകെട്ട ഇരുൾ വിഴുങ്ങിയ പ്രഭാതമായിരുന്നില്ല. ആകാശത്തിന്റെ അനന്തതയിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ലക്ഷ്യസ്ഥാനത്തെ നക്ഷത്രങ്ങളെ കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. പക്ഷേ കൂട്ടുകാരെ നമ്മൾ ആഗ്രഹിച്ച പ്രഭാതം ഒരിക്കലും ഇതായിരുന്നില്ല. എങ്കിലും രാത്രിയുടെ ക്ഷീണിതമായ തിരകൾക്ക് ഏതെങ്കിലും തീരം കണ്ടെത്തുക വേണം. ഈ വൃണിത ഹൃദയത്തിന്റെ തോണിക്ക് എന്തെങ്കിലും തീരത്തണഞ്ഞേ മതിയാവൂ. ഇങ്ങനെ പറഞ്ഞത് ഫായിസ് അഹമ്മദ് ഫായിസ് ആണ്. ഫായിസ് അഹമ്മദ് ഫായിസ് 1911 ജനിച്ചു, 1984 മരിച്ചു. സിയാൻകോട്ടിൽ ജനനം. വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ജീവിച്ചു. ഇടത് രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. അദ്ദേഹം പാകിസ്ഥാൻ ഭരണകൂടത്തെ എതിർക്കുകയും ജയിലിലാകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങൾ നക്ഷെ-ഇ-ഫരിയാദി, ദാസ്ത്-ഇ-സാബ, സിൻദാൻ നാമ തുടങ്ങിയവ ഉൾപ്പെടുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കണം. നക്ഷെ-ഇ-ഫരിയാദി, ദാസ്ത്-ഇ-സാബ, സിൻദാൻ നാമ. നക്ഷെ-ഇ-ഫരിയാദി, ദാസ്ത്-ഇ-സാബ, സിൻദാൻ നാമ തുടങ്ങിയവയാണ്. അടുത്ത മുഹമ്മദ് അലി ജിന്ന. 1947 ആഗസ്റ്റ് 11 കറാച്ചിയിലെ പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ അധ്യക്ഷ പ്രസംഗം. നാം ആ മനോഭാവത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയും കാലക്രമേണ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ള, അതായത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പാരുഷ്യം അപ്രത്യക്ഷമാവുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ മുസ്ലിങ്ങൾ എന്നും വിശേഷിക്കപ്പെടുമ്പോഴും നിങ്ങൾക്കിടയിൽ പത്താൻകാരും പഞ്ചാബികളും ഷിയകളും സുന്നികളും അങ്ങനെ പലരുമുണ്ട്. അതുപോലെ ഹിന്ദുക്കളുടെ ഇടയിൽ ബ്രാഹ്മണർ, വൈഷ്ണവർ, ക്ഷത്രികൾ, ബംഗാളികൾ, മദ്രാസികൾ അങ്ങനെ പലരും. നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷേത്രത്തിൽ പോവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് പള്ളിയിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏത് ആരാധന സ്ഥാനത്തേക്കോ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ഏത് മതത്തിലോ ജാതിയിലോ വിശ്വാസത്തിൽപ്പെട്ടവരാകട്ടെ, അതൊന്നും രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവയല്ല. ഇങ്ങനെ പറഞ്ഞത് മുഹമ്മദ് അലി ജിന്നയാണ്. അടുത്ത അമൃത പ്രീതം വിഖ്യാത പഞ്ചാബി കവിയത്രിയും എഴുത്തുകാരിയും. സാഹിത്യ അക്കാദമി പുരസ്കാരം, പത്മശ്രീ, ജ്ഞാനപീഠം എന്നിവ ലഭിച്ചിട്ടുണ്ട്. വിഭജനത്തിന് ശേഷം ഡൽഹിയെ സ്വന്തം സ്ഥലമായി കരുതി താമസമാക്കി. മരണം വരെ അവർ പഞ്ചാബി മാസികയായ നാഗമണിയിൽ സജീവമായി എഴുതുകയും അതിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുകയും ചെയ്തു. നാഗമണി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അമൃത പ്രീതമായിട്ട് ബന്ധപ്പെട്ടാണ് നാഗമണി. അത് ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്കുള്ള കത്ത്, 1947 ഓഗസ്റ്റ് 15. നമുക്കൊരു മുസ്ലിം ന്യൂനപക്ഷമുണ്ട്. മറ്റെങ്ങോട്ടെങ്കിലും പോകണമെന്ന് അവർ ആഗ്രഹിച്ചാൽ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ എണ്ണം അത്രയ്ക്ക് വലുതാണ്.
യാതൊരു തർക്കത്തിനും ഇടയില്ലാത്ത തരത്തിലുള്ള അടിസ്ഥാന വസ്തുതയാണ്. പാകിസ്ഥാനിൽ നിന്നും എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും, എന്തൊക്കെ അവമതിയും ക്രൂരതയും അവിടുത്തെ അമുസ്ലിങ്ങളോട് കാട്ടിയാലും ഈ ന്യൂനപക്ഷത്തോടുള്ള നമ്മുടെ പെരുമാറ്റം തികച്ചും അന്തസ്സുറ്റുള്ളതായിരിക്കണം. നാം അവർക്ക് സംരക്ഷണം നൽകുകയും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാർക്കുള്ള എല്ലാ അവകാശങ്ങളും ലഭ്യമാക്കുകയും വേണം. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ അതൊരു ഉണങ്ങാത്ത വ്രണമായി മാറുകയും മുഴുവൻ രാഷ്ട്രീയ ശരീരത്തെയും വിഷലിപ്തമാക്കുകയും ചിലപ്പോൾ അതിനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. മുഖ്യമന്ത്രിമാർക്കുള്ള കത്താണ് 1947 ഒക്ടോബർ 15. ജവഹർലാൽ നെഹ്റു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഇന്ത്യ ചരിത്രത്തിലെ നിർണായക ഘട്ടത്തിലാണ് നാം ഇപ്പോഴുള്ളത്. കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് രാജ്യത്തെ പുതിയ മഹത്വത്തിലേക്ക് എത്തിക്കണം. അതേസമയം തന്നെ ഐക്യത്തിന്റെ അഭാവം നമ്മളെ അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിൽ കൊണ്ടെത്തിച്ചേക്കാം. ഒരു പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ല എങ്കിൽ അത് നമ്മൾ മുഴുവൻ ചെറുതും വലുതുമായ എല്ലാവരെയും ഗ്രസിക്കുന്ന തരത്തിലുള്ള അരാജകാവസ്ഥയ്ക്കും കുഴപ്പങ്ങൾക്കും കാരണമാകുകയും അത് സർവനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നുമുള്ള കാര്യം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ 1947 നാട്ടുരാജ്യക്കാർക്ക് നൽകിയ കത്താണ്. സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യ സമര നേതാവ്, കോൺഗ്രസ് നേതാവ്, ഗാന്ധിജിയുടെ അനുയായി, ഉപപ്രധാനമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയും നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യയുമായുള്ള സംയോജനത്തിൽ വളരെ പ്രധാന പങ്ക് വഹിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പ്രവിശ്യ ഭരണഘടനകൾ തുടങ്ങിയവ പ്രധാന കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, പ്രവിശ്യ ഭരണഘടനകൾ തുടങ്ങിയ പ്രധാന കമ്മിറ്റിയിൽ അംഗമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി മഹാത്മാഗാന്ധി ഒരു കോട്ട്, ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ഹിന്ദുസ്ഥാനിയെ എല്ലായിടത്തും ബോധനമാധ്യമമാക്കുന്നത് അസംബന്ധമായിരിക്കും. അതുപോലെ ഈ ഉദ്ദേശത്തിനു വേണ്ടി ഇംഗ്ലീഷ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിലും വലിയ അസംബന്ധമായിരിക്കും. ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് 1948 ജനുവരിയിലാണ്. അടുത്ത പോറ്റി ശ്രീരാമലു. 1901 ജനിച്ചു, 1952 മരിച്ചു. ഗാന്ധിജിയുടെ അനുയായി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ചു. മദ്രാസ് പ്രവിശ്യയിലെ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നു കൊടുക്കുന്നതിനു വേണ്ടി 1946 നിരാഹാര സമരം നടത്തുകയുണ്ടായി. പ്രത്യേക ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുന്നതിനു വേണ്ടി 1952 ഒക്ടോബർ 19 മരണം വരെ നീണ്ട നിരാഹാര സമരം തുടങ്ങി. 1952 ഡിസംബർ 15 നിരാഹാര സമയത്ത് മരണമടഞ്ഞു. പോറ്റി ശ്രീരാമലു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പോറ്റി ശ്രീരാമലു അതൊക്കെ അറിയാം, നമുക്ക് ക്വസ്റ്റ്യനുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. അടുത്ത ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗമാണ്. ഇന്ത്യയിൽ മറ്റ് ഏത് രാജ്യത്തെയും രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത തോതിലുള്ള സ്വാധീനമാണ് വീരാരാധനയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത്. പക്ഷേ രാഷ്ട്രീയത്തിൽ വീരാരാധന അധപ്പതനത്തിലേക്കും ക്രമേണ സ്വേച്ഛാധിപത്യത്തിലേക്കും വഴുതിപ്പോകാനുള്ള ഒരു മാർഗമാണ്. ഇങ്ങനെ പറഞ്ഞത് അംബേദ്കർ ആണ്. ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ. അടുത്ത മൗലാന അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം മെഹിയുദ്ദീൻ അഹമ്മദ് എന്നാണ് യഥാർത്ഥ പേര്. അബ്ദുൽ കലാം മെഹിയുദ്ദീൻ അഹമ്മദ് എന്നാണ് യഥാർത്ഥ പേര്. ഇസ്ലാം മത പണ്ഡിതൻ, സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് നേതാവും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ വക്താവ്, വിഭജനത്തിന് എതിരായിരുന്നു, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അത് ഇമ്പോർട്ടന്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ വക്താവ്. അടുത്ത രാജ്കുമാരി അമൃത് കൗർ. ഗാന്ധിയനും
സ്വാതന്ത്ര്യസമര സേനാനിയും കപൂർത്തല രാജകുടുംബാംഗം. അമ്മയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ മന്ത്രിയാണ് രാജ്കുമാരി അമൃത് കൗർ. ആചാര്യ നരേന്ദ്രദേവ് സ്വാതന്ത്ര്യ സമര സേനാനി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആണ് ആചാര്യ നരേന്ദ്രദേവ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് ആണ്. സ്വാതന്ത്ര്യ സമര കാലത്ത് നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചു. കർഷക പ്രസ്ഥാനങ്ങളിലെ സജീവ പങ്കാളി. ബുദ്ധമത പണ്ഡിതൻ. സ്വാതന്ത്ര്യത്തിനു ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടിയെയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയെയും നയിച്ചു. ബാബാ സാഹിബ് ഭീംറാവു റാംജി അംബേദ്കർ. ബാബാ സാഹിബ് ഭീംറാവു റാംജി അംബേദ്കർ 1891 1956 മരിച്ചു. ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ നേതാവ്. ദളിത് നീതിക്കായുള്ള പോരാട്ടക്കാരൻ. പണ്ഡിതനും ബുദ്ധിജീവിയും. സ്വതന്ത്ര ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ. പട്ടികജാതി ഫെഡറേഷൻ സ്ഥാപിച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആസൂത്രകൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയുടെ കൗൺസിലിലെ എക്സിക്യൂട്ടീവ് അംഗം. ഭരണഘടനാ നിർമ്മാണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാം നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി. ഹിന്ദു കോഡ് ബില്ലിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1951 രാജി. ആയിരക്കണക്കിന് അനുയായികൾക്കൊപ്പം 1956 ബുദ്ധമതം സ്വീകരിച്ചു. അടുത്തത് റാഫി അഹമ്മദ് കിദ്വായി. ഇതാണ് നമുക്ക് കഴിഞ്ഞ LGS പരീക്ഷയ്ക്ക് ചോദിച്ചത്. റാഫി അഹമ്മദ് കിദ്വായി ഉത്തർപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ്. 1937 1946 ഉത്തർപ്രദേശ് മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി. റാഫി അഹമ്മദ് കിദ്വായി ആണ്. 1952-57 കാലഘട്ടത്തിലെ ഭക്ഷ്യകൃഷി മന്ത്രി. അടുത്ത AK ഗോപാലൻ. കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്. തുടക്കത്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനു ശേഷം CPIM-ൽ ചേരുകയും പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു പാർലമെന്റേറിയനായി ആദരിക്കപ്പെട്ടു. 1952 മുതൽ പാർലമെന്റ് അംഗം. ഇവരെ കുറിച്ചൊക്കെ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ അറിയാം. എന്നാലും നമ്മൾ ഈ പാഠപുസ്തകമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് മാത്രമേ പറയുന്നുള്ളൂ. ദീൻ ദയാൽ ഉപാധ്യായ. 1942 മുതൽ മുഴുവൻ സമയ RSS പ്രവർത്തകർ. ഭാരതീയ ജനസംഘത്തിന്റെ സ്ഥാപക അംഗം. ഭാരതീയ ജനസംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയും പിന്നീട് അതിന്റെ പ്രസിഡന്റും. സമഗ്ര മാനവ മതം എന്ന ആശയത്തിന്റെ പ്രയോക്താവായിരുന്നു. സമഗ്ര മാനവ മതം. അടുത്തത് C രാജഗോപാലാചാരി. കോൺഗ്രസിലെ മുതിർന്ന നേതാവും സാഹിത്യകാരനും മഹാത്മാഗാന്ധിയുടെ സന്തത സഹചാരിയും. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. പിന്നീട് മദ്രാസ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ആദ്യ ഭാരതരത്ന പുരസ്കാര ജേതാവ്. സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപകൻ. ശ്യാം പ്രസാദ് മുഖർജി. ഹിന്ദു മഹാസഭയുടെ നേതാവ്. ഭാരതീയ ജനസംഘ സ്ഥാപകൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നെഹ്റു മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രി. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ വിയോജിപ്പിനെ തുടർന്ന് 1950 രാജിവെച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം. പിന്നീട് ഒന്നാം ലോക്സഭയിലെ അംഗം. ജമ്മു കാശ്മീരിന് സ്വന്തം ഭരണം നൽകിയ ഇന്ത്യയുടെ നയത്തെ എതിർത്തു. കാശ്മീർ നയത്തിനെതിരെ ജനസംഘത്തിന്റെ പ്രക്ഷോഭത്തെ തുടർന്ന് അറസ്റ്റ്. തടവിൽ കിടന്ന് മരണം. അടുത്ത PC മഹൽനോബിസ്. ശാസ്ത്രജ്ഞൻ,
ലോകപ്രസിദ്ധനായ സ്ഥിതിവിവര ശാസ്ത്ര നിരൂപണൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി, പൊതുമേഖലയുടെ സജീവ പങ്കാളിത്തം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം എന്നിവയുടെ വക്താവ്. ശാസ്ത്രജ്ഞൻ, ലോകപ്രസിദ്ധനായ സ്ഥിതിവിവര ശാസ്ത്ര നിരൂപണൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ്. അത് ബാക്കി അതിനകത്ത് വിട്ടുപോയതാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ്. പൊതുമേഖലയുടെ സജീവ പങ്കാളിത്തം, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം എന്നിവയുടെ വക്താവ്. ജെ.സി. കുമരപ്പ. ശരിയായ പേര് ജെ.സി. കോർണേലിയാസ്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പഠിച്ചു. മഹാത്മാഗാന്ധിയുടെ അനുയായിയായി. സാമ്പത്തിക നയങ്ങളിൽ ഗാന്ധിയൻ തത്വങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിച്ചു. ഇക്കണോമി ഓഫ് പെർമനൻസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ജെ.സി. കുമരപ്പ. ആസൂത്രണ കമ്മീഷൻ അംഗം എന്ന നിലയ്ക്ക് ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുത്തു. അടുത്ത ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാക്കുകളാണ്. 1949 മാർച്ചിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു ചർച്ചയ്ക്കിടയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, സ്വാതന്ത്ര്യം എന്താണ് ഉൾക്കൊള്ളുന്നത്? അടിസ്ഥാനപരമായും മൗലികമായും വിദേശബന്ധങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നത്. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ പരിശോധന. മറ്റുള്ളവയെല്ലാം പ്രാദേശിക സ്വയംഭരണമാണ്. ഒരിക്കൽ വിദേശബന്ധങ്ങൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് വിട്ട് മറ്റാരുടെയെങ്കിലും നിയന്ത്രണത്തിലേക്ക് പോയാൽ അത്രമാത്രം അളവിലും വ്യാപ്തിയിലും നിങ്ങൾ സ്വതന്ത്രരല്ല എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ജവഹർലാൽ നെഹ്റു 1947 കെ.പി.എസ്. മേനോൻ എഴുതിയ കത്താണ്. നമ്മുടെ പൊതുനയം ശാക്തിക രാഷ്ട്രീയത്തിൽ കുടുങ്ങിക്കിടക്കുക എന്നതോ പരസ്പര വിരുദ്ധമായി രൂപീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ശാക്തിക കൂട്ടായ്മയിൽ ചേരുകയോ എന്നതല്ല. ഇന്നത്തെ ഏറ്റവും പ്രബലമായ രണ്ട് ഗ്രൂപ്പുകൾ റഷ്യൻ ചേരിയും ആംഗ്ലോ അമേരിക്കൻ ചേരിയുമാണ്. ഒന്നിലും ചേരാതെ നമ്മൾ രണ്ടിനോടും സൗഹൃദം പുലർത്തണം. അമേരിക്കയും റഷ്യയും ഒരുപോലെ അസാധാരണമാം വിധം പരസ്പരം സംശയാലുക്കളാണ്. ഒപ്പം മറ്റ് രാജ്യങ്ങളോടും എതിരാളികളോടും നമ്മൾ കൂടുതൽ ചായുന്നുവെന്ന് രണ്ടുപേരും നമ്മളെ സംശയിച്ചേക്കാം എന്നത് നമ്മുടെ പാത ദുഷ്കരമാക്കുന്നു. ഇതിൽ ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത വി.കെ. കൃഷ്ണമേനോൻ. നയതന്ത്രജ്ഞൻ, മന്ത്രി. 1934 1947 ഇടയിൽ ബ്രിട്ടനിലെ ലേബർ പാർട്ടിയിൽ സജീവം. യുകെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ, പിന്നീട് യുഎസിലെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ തലവൻ, രാജ്യസഭാംഗം, പിന്നീട് ലോകസഭാംഗം. 1956 മുതൽ കേന്ദ്ര ക്യാബിനറ്റിൽ അംഗം. 1957 മുതൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി. നെഹ്റുവിനോട് വളരെ അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തി. 1962 ഇന്ത്യ-ചൈന യുദ്ധത്തിനു ശേഷം രാജിവെച്ചു. വി.കെ. കൃഷ്ണമേനോൻ. സി. നടരാജൻ അണ്ണാദുരൈ. 1967 മുതൽ മദ്രാസ് മുഖ്യമന്ത്രി, ഒരു പത്രപ്രവർത്തകൻ, ജനകീയ എഴുത്തുകാരനും പ്രാസംഗികനും, മദ്രാസ് പ്രവിശ്യയിലെ ജസ്റ്റിസ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ. പിന്നീട് ദ്രാവിഡ കഴകത്തിൽ ചേർന്നു. DMK-യെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി 1949 രൂപീകരിച്ചു. DMK-യെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി 1949 രൂപീകരിച്ചു. ദ്രാവിഡ സംസ്കാരത്തിന്റെ ഉപജ്ഞാതാക്കളിൽ ഒരാൾ. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ എതിർക്കുകയും ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നയിക്കുകയും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത വ്യക്തിയാണ് സി. നടരാജൻ അണ്ണാദുരൈ. ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 1930 മുതൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. ഉത്തർപ്രദേശിലെ ക്യാബിനറ്റ് മന്ത്രി, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. തീവണ്ടി അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നതുവരെ 1951 മുതൽ 56 വരെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി.
പിന്നീട് 1957 മുതൽ 1964 വരെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ്. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത രണ്ടാമത്തെ പാർട്ടോടുകൂടി ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ നമ്മൾ കഴിയുന്നതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കൃത്യമായി തന്നെ ഓരോ ചാപ്റ്റർ വൈസും നമ്മൾ എടുക്കുന്നതാണ്. അത് ഓരോ ചാപ്റ്റർ വൈസ് ഓരോ ലൈനുകൾ കേന്ദ്രീകരിച്ച് തന്നെ അത് ഓരോ ലൈൻ വെച്ച് അതിൻ്റെ എത്രയും ചെല്ലി മാക്സിമം ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റും അത്രയും ചെല്ലി മാക്സിമം ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.